ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു സൂപ്പർ നെറ്റ് കോട്ട സാരിയാണ്. ഇതൊരു പീച്ച് ഷെയ്ഡിൽ ക്രോഷ്യോ വർക്ക് വരുന്ന ഒരു സാരിയാണിത്. ഇതിൻ്റെ പല്ലുവിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നുണ്ട്. പല്ലു പോർഷനിൽ നന്നായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. ഡാസിൽസും അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. സൈഡ് ഇങ്ങനെ നല്ല ഫിനിഷിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് ഫുള്ളായിട്ടും വർക്ക് വരുന്നുണ്ട്. പിന്നെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല ഷെയ്ഡിൽ പല റേറ്റിൻ്റെയാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു സാരിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലുവിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും വർക്ക് വന്നിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. സൈഡ് ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലൂടെ ഈ എംബ്രോയ്ഡറി വർക്കും പോയിട്ടുണ്ട്. ഇങ്ങനെ ഈ വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഈ സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ ഈ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ ഈ വർക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 1180 ഇതൊരു ക്യാരറ്റ് ഷെയ്ഡിലുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ പല്ലു പോർഷൻ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ എംബ്രോയ്ഡറി വർക്ക് സൈഡിൽ ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഈ വർക്ക് ഫുള്ളായിട്ടും താഴ്ഭാഗം ഫുള്ളായിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ ഇത് വരുന്നുള്ളൂ. ഇതൊരു നെറ്റ് കോട്ട സിൽക്കി കോട്ട സാരിയാണ്. ഇതിൻ്റെ റേറ്റ് 1180 വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഇതൊരു യെല്ലോ ഷെയ്ഡിലുള്ള ഒരു നെറ്റ് കോട്ട സാരിയാണ്. ഇതിൻ്റെ പല്ലു പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. വൈറ്റ് എംബ്രോയ്ഡറി വർക്കും കൂടെ ഇതിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്നു. അതുപോലെ യെല്ലോ എംബ്രോയ്ഡറി വർക്ക് തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഈ ഭാഗത്ത് ഫുള്ളായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. താഴ്ഭാഗത്ത് ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അടിഭാഗത്ത് മാത്രമാണ് ഈ വർക്ക് വരുന്നുള്ളൂ. ഇങ്ങനെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. റേറ്റ് 990. ഇതൊരു പീച്ച് ഷെയ്ഡിലുള്ള സാരിയാണ്. ഇതിൻ്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. വേണ്ട മുന്താണിയിൽ ഫുള്ളായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. ഈ വർക്ക് തന്നെ ഈ താഴ്ഭാഗത്ത് ഫുള്ളായിട്ടും വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഒരു ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ. ഇതും ഒരു പീച്ച് ഷെയ്ഡിലുള്ള സാരിയാണ്. ഇതുണ്ട്. ഇതിൻ്റെ പല്ലു പോർഷൻ കണ്ടോ, തിക്കായിട്ട് തന്നെ ഈ വർക്ക് ചിക്കൻകാരി വർക്ക് പോലെ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഈ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഹാഫായിട്ടും പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. ഉണ്ടോ, ഇത് ഫുള്ളായിട്ടും ഈ വർക്ക് താഴ്ഭാഗം ഫുള്ളായിട്ടും വരുന്നുണ്ട്. ബോഡി പാർട്ടിൻ്റെ ഈ ഭാഗം വരെ ഈ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 ലെയർ ആയിട്ടോ അതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ആയിട്ടോ ഈ സാരിയെ വെയർ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. റേറ്റ് 1160. ഇതൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലുള്ള ഒരു നെറ്റ് കോട്ട സാരിയാണ്. റേറ്റ് ആണെങ്കിലും വളരെ അഫോർഡബിൾ പ്രൈസാണ്. 965. ഇതിൻ്റെ പല്ലുവിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ടും വൈറ്റ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ ബോഡി പാർട്ടിൽ താഴ്ഭാഗത്ത് ഫുള്ളായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നു ഇതിൻ്റെ ബോഡി പാർട്ട്. ഉണ്ടോ, ഹാഫായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴേക്കും ഈ വർക്ക് വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. പ്ലെയിൻ ആണെങ്കിൽ സ്ലീവിൻ്റെ എൻഡിൽ ഒരു ക്രോഷ്യോ ലേസ് ഈ നെറ്റ് കോട്ടയുടെ സാരികളുടെ എല്ലാത്തിൻ്റെയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും സൈഡിൽ ഈ ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലുള്ള സാരിയാണ്. ഈ വീഡിയോയിൽ ഇച്ചിരി ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ഇത് വരുന്നത്. ഇതിൽ വൈറ്റ് എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട്. ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ഈ വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരുന്നു. ഈ ഭാഗം വരെ ഇത് ഫുള്ളായിട്ടും ബാക്കി ഭാഗത്ത് താഴ്ഭാഗത്ത് ഇത് ഹാഫായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് കോട്ടണിൽ ഈ വർക്ക് വന്നിരിക്കുന്നു. എംബ്രോയ്ഡറി വർക്ക് ഈ പിസ്ത ഗ്രീൻ ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്ക് തന്നെ വന്നിരിക്കുന്നു. റേറ്റ് 1090. ഇപ്പോൾ ഈ കാണിച്ചതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇതൊരു പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതും ഒരു സിൽക്കി കോട്ട സാരിയാണ്. ഇതിൻ്റെ പല്ലുവിൽ ഇങ്ങനെയാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ വന്നിരിക്കുന്നു. സൈഡിൽ ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് ഫുള്ളായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. പിന്നെ സെൻറ്ററിലൂടെ ഈ വർക്കുകൾ വരുന്നുമുണ്ട്. ഈ സൈഡിൽ ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. റേറ്റ് 1025.
ഇതും 965 റേറ്റിൽ വരുന്ന ഒരു നെറ്റ് കോട്ട സാരിയാണ്. ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ പല്ലു പോർഷൻ കണ്ടോ എങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് കംപ്ലീറ്റ് ആയിട്ടും വരുന്നത്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരുന്നു. താഴ്ഭാഗം കംപ്ലീറ്റ് ആയിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. സ്ലീവിൻ്റെ എൻഡിൽ ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രോഷ്യോ